മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി മരണപ്പെട്ട കൃഷ്ണേന്ദുവിന്റെ 2ാം ക്ലാസ്സുകാരി കൃഷ്ണേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകളാണ് ഈ വീട്ടുവളപ്പിൽ നടക്കുന്നത്. രാവിലെയോടുകൂടി 11 മണിയോടുകൂടിയാണ് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തുടർന്ന് 12 മണിയോടുകൂടി കൃഷ്ണേന്ദു കളിച്ച് ചിരിച്ച് പഠിച്ചു വളർന്ന മടവൂർ LP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിനായി അല്പസമയം വെച്ചിരുന്നു. അവിടെ സഹപാഠികളും അധ്യാപകരും മറ്റ് സഹപാഠികളുടെ മാതാപിതാക്കളുമൊക്കെ അവിടെ എത്തി പൊന്നോമനയ്ക്ക് അന്തിമ ചുംബനം നൽകിയതിനു ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾ ഇവിടെ തെളിച്ചു കൂടിയിട്ടുണ്ട്. കാരണം ഇന്നലെ വരെ അവർക്കൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന പൊന്നോമനയാണ് ഈയൊരു ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കാണുന്ന വീട്ടിലാണ് കൃഷ്ണേന്ദുവും കുടുംബവും താമസിച്ചിരുന്നത്. തൊട്ടടുത്തായി തന്നെയാണ് ഈ ബന്ധുവീടും ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 4 മണിയോടുകൂടി ഈ കാണുന്ന ഇവിടെയാണ് സ്കൂൾ ബസ് ഇറങ്ങി കൃഷ്ണേന്ദു വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തായി തന്നെയുള്ള ബന്ധുവീട്ടിലേക്ക് ഈ കുട്ടി ഓടുകയായിരുന്നു. ഈ ഓടുന്നതിനിടയിൽ ഇവിടെ വെച്ചാണ് ഈ കേബിളിൽ കുരുങ്ങി ഈ കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇവിടെ വെച്ച് ഈ കുട്ടി ഇവിടെ വീഴുന്നു എന്നറിയാതെ സ്കൂൾ ബസ് ഈ കുട്ടിയുടെ ദേഹത്തുകൂടി തലയിലോടുകൂടി കയറി ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും ഈ ബസ് ഓട്ടിച്ച രാജു എന്ന ബസ് ഡ്രൈവറെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാൾക്കെതിരെ നരഹത്യാ കുറ്റമാണ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബസ് ഡ്രൈവർ മാത്രമാണോ ഇവിടെ കുറ്റക്കാരൻ എന്നുള്ളതാണ്. കാരണം ഈ അപകടകരമായ രീതിയിൽ കേബിളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്തായി കേബിളുകൾ ഇങ്ങനെ ചുറ്റിവെച്ച ഈ കേബിൾ ഓപ്പറേറ്റർ അടക്കം കുറ്റക്കാരല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ കേബിളിൽ കുരുങ്ങിയാണ് ആ ഒരു പിഞ്ചു കുഞ്ഞം ഇവിടേക്ക് വീഴുന്നതും അതറിയാതെ ആ ബസ് ഡ്രൈവർ മുന്നോട്ടെടുക്കുന്നതും. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകളും ചോദിക്കുന്നത്. ഡ്രൈവർ മാത്രമാണോ കുറ്റക്കാരൻ എന്നുള്ളതാണ്. എന്തായാലും ഒരു അപകടത്തിൽ ഒരു കുഞ്ഞുകൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇനി ഓരോരുത്തരും ശ്രദ്ധിക്കണം. സ്കൂൾ ബസ്സുകളിൽ നിന്നും കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർ വീടുകളിലേക്ക് കയറി അല്ലെങ്കിൽ മുറ്റത്തേക്ക് കയറി എന്ന് ഓരോ ബസ് ഡ്രൈവറും കൂടെയുണ്ടാകുന്ന ആയമാരും ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചങ്ങലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.